ചേർത്തല പ്രസ് ക്ലബ്ബും കൊച്ചി ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലും സംയുക്തമായി പ്രഥമ ശുശ്രൂഷ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഓരോ മനുഷ്യനും ഓരോ ജീവജാലം പ്രാഥമികമായി പഠിക്കേണ്ട കാര്യം നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ ജീവിതത്തിൽ അപകടമുണ്ടായാൽ ഒരു അത്യാസന്ന നിലയിലുണ്ടായാൽ അയാൾക്ക് ഒരു സഹജീവിത നിലയിൽ നമുക്ക് എന്ത് ആദ്യം ചെയ്യാൻ കഴിയും? നിർഭാഗ്യവശാൽ നമുക്ക് ആർക്കും അതിനുള്ള ഒരു അറിവുമില്ല, അല്ലേ? ഒരു അറിവുമില്ല. നമ്മുടെ വിദ്യാഭ്യാസത്തിന് നമ്മൾ ഒത്തിരി നമ്മൾ ഒത്തിരി ഡിഗ്രി എടുത്താലും നമുക്ക് ഇത്തരം കാര്യങ്ങൾ അറിയില്ല. അതിന് ഉദാഹരണമാണ് നമ്മുടെ മുന്നിൽ കഴിഞ്ഞ ദിവസം 6 കുഞ്ഞുങ്ങൾ ഒഴിഞ്ഞുപോയി. നമുക്കറിയാം, നമുക്ക് ഇന്നത്തെ കാലത്ത് നമ്മുടെ സാധാരണ സമൂഹം വിചാരിക്കുന്ന ഒരു കുട്ടി എൻട്രൻസ് ഒക്കെ പാസ്സായി MBBS നമ്മൾ ഈ ലോകത്ത് ഏറ്റവും മിടുക്കനാണ്. പക്ഷെ ആ കുട്ടികൾക്ക് സാമാന്യമായ അറിവുകളില്ലാതെ അതുകൊണ്ടാണ് അവര് ഒരു +2 ഓടിച്ച ഒരു വണ്ടി 7 പേർ കയറി വാങ്ങി 11 പേർ കയറി മഴയത്ത് അമിത വേഗത്തിൽ ആ വണ്ടി ഓടിച്ചു ചെയ്യുന്നത് അവരുടെ അറിവില്ലായ്മ തന്നെയാണ്. അവരുടെ കുറിച്ച് അറിവുണ്ടെങ്കിൽ നമ്മളത് ചെയ്യും, ചെയ്യില്ല. ചേർത്തല പ്രസ് ക്ലബ്ബും കൊച്ചി ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയും ചേർന്ന് പ്രഥമ ശുശ്രൂഷ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ചേർത്തല താലൂക്ക് NSS യൂണിയൻ ഹാളിൽ നടന്ന ചടങ്ങ് നഗരസഭാ വൈസ് ചെയർമാൻ TS അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് P ദിലീപ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർ A അജി, അഖിലാഞ്ജലി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ PD ലക്കി, പ്രസ് ക്ലബ്ബ് സെക്രട്ടറി PP രാജേഷ്, ഖജാൻജി സാബു വർഗീസ്, ആശുപത്രി പ്രതിനിധികളായ കെയ്ൻ മാനുവൽ, ആസിഫ് മുഹമ്മദ് ഹസീം എന്നിവർ സംസാരിച്ചു. എമർജൻസി മെഡിസിൻ വിഭാഗം ഡോക്ടർ സനിൽ ഹനീഫ്, ടെക്നീഷ്യൻ അഞ്ജിത മനോജ് എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി. നമ്മുടെ നിപ്പിളില്ലേ, നമ്മൾ ഈ 2 ചെസ്റ്റിലൊക്കെ നമ്മൾ ഈ നിപ്പിളിന്റെ സെന്ററിലെ ചെസ്റ്റിന്റെ സെന്റർ ഭാഗത്തായിട്ട് ഇവിടെയായിട്ടാണ് പൊസിഷൻ വരുന്നത്. ഇവിടെയായിട്ട് നമ്മുടെ നിങ്ങൾ ഏത് ഹാൻഡാണ് ഉപയോഗിക്കുന്ന ആ ഹാൻഡിൽ മറ്റേ ഇന്റർലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പൊസിഷനിലേക്ക് നമ്മുടെ കാമ പ്ലേസ് ചെയ്യാം. പ്ലേസ് ചെയ്തിട്ട് നമ്മുടെ ഫുൾ ബോഡി വെയിറ്റ് മേളിൽ കൊണ്ടുവരാം. കിടക്കുന്ന ആളുടെ മേളിലേക്ക് നമ്മുടെ ഫുൾ ബോഡി വെയിറ്റ് കൊണ്ടുവന്നിട്ട് ആളുടെ അടുത്തിരിക്കുക. എത്ര അടുത്തിരിക്കാൻ പറ്റുമോ അത്ര അടുത്തിരിക്കുക. ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ മാറി നിന്നിങ്ങനെ അടിക്കാനോ അല്ല ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് നിന്ന് അടിക്കാൻ നിന്നുകഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ക്ഷീണിക്കും. അപ്പോൾ എപ്പോഴും ആളുടെ അടുത്തിരിക്കുക, കൈ സ്ട്രെയിറ്റ് വെക്കുക. നമ്മുടെ ഈ എൽബോസ് മടങ്ങാൻ പാടില്ല. എൽബോസ് മടങ്ങുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കാൻ പോകുന്ന പ്രഷർ ഇങ്ങനെ ആയിപ്പോകും. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കാൻ പോകുന്ന പ്രഷർ കറക്റ്റായിട്ട് ആൾക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് കൈ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാൻ പറയുന്നത്. കൈ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് എൽബോസ് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് ഫുൾ ബോഡി വെയിറ്റ് മേളിൽ